കുറച്ചും കൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു. കടയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു. ആഭരണക്കടയിലെത്തിയിരുന്ന പണം 3 ജീവനക്കാരികൾ ചേർന്ന് QR കോഡിൽ കൃത്രിമം കാട്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായാണ് പ്രധാന കേസ് നിലനിൽക്കുന്നത്. എന്താ ഇനി പ്ലാൻ? ഇവിടെ തന്നെ ഉണ്ടാവും അതോ പഴയ പോലെ ഓടിപ്പോകും? ആരോപണങ്ങളാണ് ദിയയ്ക്കും കൃഷ്ണകുമാറിനും ദിയയുടെ ഭർത്താവിനും ഒക്കെ എതിരെ ഈ ജീവനക്കാരികൾ ഉന്നയിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അല്പസമയം മുമ്പ് വിനീത രാധകുമാരി എന്നീ 2 പ്രതികൾ ഹാജരായിട്ടുള്ളത്. ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നു. ഹെൽമറ്റൊക്കെ ധരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഈ പ്രതികൾ എത്തിയത് തിരിച്ചറിയാതിരിക്കാനായി. കാരണം മാധ്യമങ്ങൾ ഈ എത്തുന്ന വിവരം അറിഞ്ഞ് അവിടെ ഉള്ളത് കൊണ്ട് മുഖം മറച്ചിട്ട് പോയത്. മുമ്പ് ഈ സംഭവം ഈ കേസിന്റെ വിവരങ്ങൾ പുറത്തായതിന് പിന്നാലെ ഈ കൃഷ്ണകുമാറിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഈ പറയുന്ന അതേ പ്രതികൾ തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിന് വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങളാണ് ദിയയ്ക്കും കൃഷ്ണകുമാറിനും ദിയയുടെ ഭർത്താവ്. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഇത് ഈ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ദിയയ്ക്ക് ടാക്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയയാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത് ഇങ്ങനെ വീക്കിലി ഞാൻ എന്നാണ് ഓഫീസിൽ വരുന്നത് നിങ്ങൾ പ്രോഡക്റ്റ് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തു വിടത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് കൊടുത്തു വിട്ടാൽ ആദ്യം ദിയ തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഞാൻ രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും. രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ. പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്കും 3 മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ദിയയുടെ ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. മാഡം, വനിതാ ദിനം, വനിതാ മോചന വേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലെത്തി ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ. അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്.